അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن تحت إشراف فهم القرآن على أيسر الطريق. തദബ്ബുർ ഖുർആന്റെ അടുത്ത സിറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 8ാമത്തെ സിറ്റിംഗ് ആണ്. 58ാം സൂക്തം മുതൽ 61ാം സൂക്തം വരെയാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ, അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അത് മുഖേന നമ്മുടെ ഊരാക്കുടുക്കുകളിൽ നിന്നും നമ്മെ അള്ളാഹ് മോചിപ്പിക്കട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹ് നമുക്ക് മോചനം നൽകട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന 4 കാര്യങ്ങൾ നമുക്ക് അള്ളാഹ് നൽകട്ടെ. اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة. അവരുടെ മേൽ ശാന്തി വർഷിക്കും. وحفتهم الملائكة, മലക്കുകൾ അവരെ വലയം ചെയ്യും. وغشيتهم الرحمة, കാരുണ്യം കൊണ്ട് അള്ളാഹ് അവരെ വലയം ചെയ്യും. وذكرهم الله في من عنده, അള്ളാഹ് തന്റെ അടുക്കലുള്ള മുഖറബുകളായ മലക്കുകളോട് അവരെ കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളും. അള്ളാഹ് ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ നമ്മുടെ അടുത്ത ജനറേഷൻ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, അതിന്റെ സന്ദേശവാഹകർ, അതിന്റെ ജീവിക്കുന്ന കോപ്പികളായി മാറട്ടെ. നമുക്കിത് ഇതിന്റെ വാക്കർത്ഥമൊക്കെ ഇട്ട് വന്നിരുന്നു. ആരും സംശയങ്ങളൊന്നും ചോദിച്ചു കണ്ടില്ല. വായിക്കാൻ പറഞ്ഞ ഭാഗം വായിച്ചിരുന്നു. ആ ചരിത്രവുമായി ഒരു കണക്ഷൻ നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما نسوا وكانوا يعتدون. وإذ قلنا ادخلوا هذه القرية. وإذ قلنا പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. ഇത് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഫിൽ മാളി, കഴിഞ്ഞ കാലത്ത്, അന്ന് നാം പറഞ്ഞ സന്ദർഭം. ഉദ്ഖുലൂ ഹാദിഹിൽ ഖറിയ, നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കൂ എന്ന്. ഏത് പട്ടണമാണ് എന്ന് ഖുർആൻ പറയുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുമില്ല. ഖുർആൻ പറയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതാണ് പണ്ഡിതന്മാരുടെ
പ്രമുഖ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. നമുക്ക് എന്തെങ്കിലും ഗുണപാഠം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉള്ള വഴികളില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട. പണ്ടാരെങ്കിലും ചർച്ച ചെയ്ത് അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ കടിച്ച ചെന്നായ ഏത് നിറമുള്ളതായിരുന്നു എന്നൊക്കെ ചോദിച്ചെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അതുവരെ അവര് ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ ചെന്നായ കടിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിന്റെ നിറം അറിയേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഖുർആൻ പറയാത്ത കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. മാത്രമല്ല ഇവിടെ ഏത് ഖറിയത്താണ് എന്ന് നമുക്ക് ആധികാരികമായ സ്രോതസ്സിലൂടെ ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അവരവിടെ പ്രവേശിച്ചു എന്നത് വ്യക്തമാണ് ഈ ഭാഗത്ത്. ഹാദിഹിൽ ഖറിയത്ത്, ഈ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിക്കൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ പ്രവേശിക്കുക. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്നും ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. എങ്ങനെ ഭക്ഷിക്കുക? ഹൈസ് ഷിഅ്തും, ഹൈസ് എന്ന് പറഞ്ഞാൽ പോലെ, എങ്ങനെയാണോ അങ്ങനെ. ഷിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ചു. നിങ്ങൾ എങ്ങനെ തിന്നാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ തിന്നുക. റഗദൻ യഥേഷ്ടം തിന്നോളുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ബാബിൽ പ്രവേശിക്കുമ്പോൾ കുനിഞ്ഞുകൊണ്ടാണ് പ്രവേശിക്കുക. സുജ്ജ എന്ന് പറഞ്ഞാൽ അവിടെ സുജൂദ് ചെയ്തുകൊണ്ട് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിച്ചിട്ട് സുജൂദ് ചെയ്യുക എന്നതുമാകാം. അതേപോലെ നിങ്ങൾ കുനിഞ്ഞുകൊണ്ട് പ്രവേശിക്കുക, നമിച്ചുകൊണ്ട് പ്രവേശിക്കുക എന്നൊക്കെ പറയാം. എന്തായാലും സുജ്ജദൻ എന്നാണ് വന്നിരിക്കുന്നത്. സുജ്ജദന്റെ ഏകവചനം എന്താണ്? ആര് വായിക്കുന്നില്ല ഇതൊന്നും? സജദയാണ് സുജ്ജദിന്റെ ഏകവചനം. ഇപ്പൊ നോട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. അല്ല, സജദ എന്നത് അതിന്റെ ഫേല് മാവിയാണ്. സാജിദ് എന്നതാണ് അതിന്റെ കർത്താവിന്റെ രൂപം. അതിന്റെ ബഹുവചനമാണ് സുജ്ജദ്. സാജിദ് സുജൂദ് ചെയ്യുന്നവൻ, സുജ്ജദ് സുജൂദ് ചെയ്യുന്നവർ. അതിലൊരു ആധിക്യത്തിന്റെ രൂപമുണ്ട്. കാരണം ശബ്ദം ഒന്നുകൊണ്ട് ആധിക്യത്തിന്റെ രൂപം. അതേസമയം എന്ന് പറഞ്ഞാൽ നന്നായി സുജൂദ് ചെയ്യുന്ന, സ്വമേധയാ നമിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്. അതിന്റെ ഡെപ്ത്, ഉൾക്കനം കൂടിയതാണ്. അപ്പോ സാജിദൂനെ ബഹുവചനം പറയാം, സാജിദൂനെയും ബഹുവചനം പറയാം. അതേപോലെ സുജ്ജതും പറയാം. അതേപോലെ റാക്കിഊനെ പറയാം. അതേപോലെ റുക്കഴി സുജൂദ്. സാജിദിന് സുജൂദ് എന്നും ബഹുവചനമുണ്ട്. അത് എഴുതി തന്നില്ലായിരുന്ന? സുജൂദ് എന്നും ബഹുവചനമുണ്ട്, സുജ്ജൻ എന്നും ബഹുവചനമുണ്ട് സാജിദ്. അതേപോലെ റാക്കിന് റുക്ക എന്നും ബഹുവചനമുണ്ട്. റാക്കിന്റെ ബഹുവചനം റുക്ക, റാക്കിയുണ്ട്, റുക്കാനുണ്ട്. അതേപോലെ ഇവിടെ സുജ്ജത്, റുക്കായി സുജൂദ് എന്ന് എവിടെയുണ്ട്? ഈ സൂറത്ത് തന്നെ പിന്നീട് വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. طهر بيتي للطائفين والعاكفين والركع السجود. دي തന്നെ ഈ സൂറത്ത് അതിലുണ്ടായിരിക്കാം. വഖൂലു ഹിത്ത, അപ്പൊ നിങ്ങൾ നമിച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അതേപോലെ നിങ്ങൾ ഹിത്ത എന്ന് പറയുക. ഹിത്ത എന്ന് പറഞ്ഞാൽ മഗ്ഫിറ എന്നാണ്. മഗ്ഫിറ, പാപമോചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കേരേണ്ടത്. അല്ലാഹ് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരേണ്ടത്. നമുക്കറിയാം, വിജയം ഭരിക്കുന്ന സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടത്? ഓർക്കലിനെ തേടാനാണ് പറഞ്ഞത്. അന്ത്യപ്രവാചകനോടും പറഞ്ഞത് ഫത്ഹ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അള്ളയെ എന്ത് ചെയ്യുക? അള്ളയെ ന്യൂനത ഇല്ലാത്തവനാണെന്ന് പറയുക. അതേപോലെ അള്ളയോട് പോർക്കലിനെ തേടുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുന്ന പട്ടണത്തിൽ നിങ്ങളെ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോർക്കലിനെ തേടുക.
ഹിത്തത്തുൻ എന്ന് പറയും. അപ്പൊ ഹിത്തത്തുൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. എന്നിട്ട് പറഞ്ഞു നഗ്ഫിർ ലക്കും, അപ്പൊ നഗ്ഫിർ ലക്കും നിങ്ങൾക്ക് നാം പുറത്തു തരും. ഖതായാക്കും, ഖതീഅത്തിന്റെ ബഹുവചനമാണ് ഖതായ. ഖതീഅത്തുൻ ഖതീഅത്തിന്റെ പാപം, തെറ്റ് അല്ലെങ്കിൽ പാപം, തെറ്റ്, കുറ്റം, പാപം, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷെ നസീദു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നസീദുൽ മുഹ്സിനീന. അപ്പൊ അതിന്റെ നസീദുൽ മുഹ്സിനീനയുടെ അതിന്റെ അറാബ് എന്ന് പറഞ്ഞു നോക്കി, അതിന്റെ ഗ്രാമർ വ്യാകരണ രൂപം. നസീദു എന്നത് ഫിഅല് മുദാരി, ഈന കൊണ്ട് കർമ്മ ആയതുകൊണ്ട് ഈന കൊണ്ട് ഫത്ഹ ചെയ്യപ്പെട്ടിരിക്കും. നസീദുവിലുള്ള നഹ്നുവാണ് അതിന്റെ കർത്താവ്, അൽ മുഹ്സിനീന. അപ്പോ സുഹൃതവാന്മാർക്ക് നാം അധികം നൽകും, നിങ്ങൾക്ക് പുറത്തു തരും. അതേപോലെ മുഹ്സിനായവർക്ക് എന്ത് ചെയ്യും? മുഹ്സിന എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്സാൻ. അപ്പോ ഈമാൻ കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഈമാനും ഇസ്ലാമും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളയെ നമ്മളെ സ്വമേധയാ കൂടുതൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യുന്നു വേണ്ടി നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുകയും അള്ളാഹിന്റെ മാർഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി കൂടുതൽ അമലിക ചെയ്യുകയും കൂടുതൽ ആരാധന നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് മുഹ്സിനുകൾ എന്ന് അള്ളാഹ് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ അവരോട് അള്ളാഹ് പറയും, അപ്പൊ അവരെന്ത് ചെയ്തു? ബദലാക്കി, മറിച്ചു. അല്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവർ. ബദ്ദലയുടെ കർത്താവ് അല്ലദീനയാണ്. അല്ലദീന വലമു എന്നാണ് ബദ്ദലയുടെ കർത്താവ്. അല്ലദീനാണ് ശരിക്കും അതിന്റെ കർത്താവ്. എങ്ങനെയുള്ളവരാണ് അല്ലദീന വലമു? അവർ അക്രമം ചെയ്തു. അക്രമം ചെയ്തവർ ആയവർ. ബദ്ദലയുടെ കർത്താവ് അല്ലദീന വലമു, അക്രമം ചെയ്തവർ. അതിന്റെ ഓബ്ജക്റ്റ് ആണ് എന്ത്? ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും. ആ വാക്കിനെ എന്ത് ചെയ്തു? ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത വാക്കിലേക്ക് അവൻ എന്ത് ചെയ്തു? അതിനെ മാറ്റി. ഗൈറ മറ്റൊന്ന്. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നാക്കി ഗൈർ അല്ലാത്ത, ഗൈറുൽ മഗ്ദൂബി അലൈഹിം. അപ്പൊ എന്ത് ചെയ്തു? അല്ലദീന വലമു ഖൗലൻ വാക്കാക്കി മാറ്റി. എങ്ങനെയുള്ള വാക്ക്? ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത വാക്കാക്കി മാറ്റി. ഫഅൻസൽനാ അലല്ലദീന വലമു, അപ്പോൾ എന്ത് ചെയ്തു? അപ്പൊ എന്തായിരുന്നു അവർ മാറ്റിമറിച്ചത്? അവര് ഹിത്തത്തുൻ എന്ന വാക്കാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു കൊടുത്തത്. ഹിത്തത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ ഹിത്തത്തുൻ എന്താ പറഞ്ഞാൽ എന്താ അർത്ഥം? മഗ്ഫിറത്തുൻ എന്ന്, തലബുൽ മഗ്ഫിറ എന്നാണ്. തലബുൽ മഗ്ഫിറ എന്ന് എഴുതുന്നത് മനസ്സിലായ? പാപമോചനം തേടൽ, തലബ് തേടൽ. അപ്പോ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ നസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനാണ് പറഞ്ഞത്. അപ്പൊ വാക്കെന്താണ്? ഹിത്തത്തുൻ എന്നാണ്. അവരെന്താ പറഞ്ഞത്? ഹിന്തത്തുൻ എന്നാണ്. എന്താ ഹിന്തത്തുൻ എന്ന്? ഞങ്ങൾക്ക് അരിയും ഗോതമ്പും ധാന്യങ്ങളാണ് വേണ്ടത്. ഹിന്തത്തുൻ എന്ന് പറഞ്ഞാൽ ധാന്യം. മഗ്ഫിറത്തല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ഗോതമ്പ്. ഇതാണ് അവർ പറഞ്ഞത്. ഹിത്തത്തുൻ എന്നുള്ളത് ഹിന്തത്തുൻ എന്ന് പറഞ്ഞെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും ഫഅൻസൽനാ അലല്ലദീന ളലമു റിജ്സൻ. റിജ്സ് എന്താണ്? ശിക്ഷയാക്കി. അപ്പോ റിജ്സ് ഉണ്ട്, റിജ്സും ഉണ്ട് കേട്ടാ.
ഇന്നമൽ മുശ്രികൂന റിജ്സുൻ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അവിടെ എന്താ അക്ഷരം? സീനാണ്. അതെന്താണ്? മാലിന്യമാണ്. റിജിസ് മാലിന്യം. ഇവിടെ എന്താ? റിജിസ് ശിക്ഷ, ഇട്ടാൽ ശിക്ഷ. ആകാശത്തുനിന്ന് അവർക്ക് ശിക്ഷ ഇറക്കി. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ അധർമ്മം ചെയ്തുകൊണ്ടിരുന്നതിനാൽ. ബിമാ കാനൂ യഫ്സുഖൂൻ, because they have been doing evil things. അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനാൽ. അപ്പൊ അത് ഒരു വിഷയം അങ്ങനെ പറഞ്ഞു നിർത്തിയതാണ്. ഓരോ വിഷയങ്ങൾ അവരുടെ ദൈവധിക്കാരത്തിന്, അള്ളാഹയോടുള്ള മൂസാ നബി അലൈഹി സ്വലാമിയോടുള്ള ധിക്കാരത്തിന് ഉദാഹരണങ്ങൾ പറയാണ്. മൂസാ നബി അലൈഹി സ്വലാം ഇസ്തഗ്ഫറ പോലെ. സഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടിനീര്. സഖ കുടിപ്പിച്ചു. സഖ എന്താണ്? കുടിപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി, സഖാനി എന്നെ കുടിപ്പിച്ചവൻ. അപ്പൊ ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ കുടിനീർ ചോദിച്ചു. ഇസ്തസ്ഖ കുടിനീർ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുടിച്ചോന്നോ? ശരി ബാ. സഖ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നാണ്. ഓക്കെ, കുടിച്ചോ ശരിബ ഉപയോഗിക്കുക. അപ്പൊ ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ കുടിനീർ ആവശ്യപ്പെട്ടു. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് എന്താ പറയാ? സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഇസ്തിസ്ഖായിലെ ക്രിയാധാതുവാണ് ഇസ്തിസ്ഖാ. ഹദായഹദി അവസാനം ദുർബലാക്ഷം വരുന്നുണ്ട്. ഹദായഹദിയുടെ ഹുദ എന്നാണ് ദുർബലാക്ഷം വരുന്നത്. ഇവിടെ എന്താണ്? ഇസ്തിസ്ഖാ ദുർബലാക്ഷം വന്നുകൊണ്ട്, അല്ല ദഅ യദ്ഉ പോലെ. ദഅ യദ്ഉ വന്നപ്പോ എന്തായി? ദുആഉൻ എന്നാണ് വരുന്നത്. അവിടെ ഹംസ വരും. അതേപോലെ ഇസ്തിസ്ഖാ ഇസ്തിസ്ഖാഉൻ വെള്ളം ചോദിക്കൽ. സ്വലാത്തുൽ ഇസ്തിസ്ഖാ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വെള്ളം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമസ്കാരം. അപ്പൊ ഇത് ഇസ്തിസ്ഖാ മൂസ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് മഞ്ഞും സെൽവയും മാത്രം ഇതിനോട്ട് കിടക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. അപ്പോ അവർ ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ഇത് ഇസ്തിസ്ഖാ മൂസ എന്റെ കൗമിന് വേണ്ടി. അപ്പൊ ഒരു കാര്യം അവിടെ വിട്ടു കളഞ്ഞു. എന്താ? കൗമ് ചോദിച്ചപ്പോഴാണ് റസൂലുള്ള അള്ളാഹയോട് ചോദിച്ചത് വെള്ളം വേണമെന്ന്. റസൂലുള്ളാഹി മൂസ അലൈഹി സ്വലാം അള്ളാഹയോട് ചോദിച്ചത് എപ്പോഴാണ്? ജനങ്ങൾ ചോദിച്ചപ്പോഴാണ്. അപ്പൊ ലി കൗമിഹി, തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി വെള്ളം ചോദിച്ച സന്ദർഭം. ഖുൽന, ഞാൻ പറഞ്ഞു, അള്ളാഹ് പറയാണ്, ഞാൻ പറഞ്ഞു, ഇദ്രിബ് ബിഅസാക്കൽ ഹജർ. ഇദ്രിബ് ബിഅസാക്കയാണ്. ഇദ്രിബ് ആദ്യത്തെ ബായും രണ്ടാമത്തെ ബായിലേക്ക് രണ്ടാമത്തെ ബായിലേക്ക് എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു. ഇദ്ഗാം കാമിൽ തജ്വീദൊക്കെ പഠിച്ചവര് പറയും എന്താണ് ഇദ്ഗാം കാമിൽ ബിഗൈരി ഗുന്ന. പഠിച്ചിട്ടില്ലേ? ഇല്ലേ? നമുക്ക് തജ്വീദിന്റെ ക്ലാസ് തുടങ്ങാം. അപ്പൊ എന്താണ്? ആദ്യത്തെ ബായൻ സുക്കൂനാണ്, രണ്ടാമത്തെ ബായന് കെസ് വന്നപ്പോഴേ രണ്ടും കൂടി ചേർത്ത് ഹജർ, കല്ലിലടിക്കുമെന്ന് പറഞ്ഞു. അതാ ആ കാണുന്ന പാറയിലേക്കൊന്ന് അടിച്ചു, നിന്റെ വടി കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. വടി കൊണ്ട് കല്ലിലടിക്കൂ. ഇൻഫതറ. തഫജ്ജറ എന്ന് പറഞ്ഞതുപോലെയാണ് ഇൻഫജറ.
പൊട്ടിയൊഴുകി. ഫൻഫജറത്ത് മിൻഹു, അതിൽ നിന്നും പൊട്ടിയൊഴുകി ഇസ്നതാ അശ്റത ഐനൻ. ഐനാണ് ഇവിടുത്തെ വിഷയം. ഐന്, അരുവി. അതുകൊണ്ടാണ് ഇൻഫജറത്ത് എന്ന് പറഞ്ഞത്. അരുവി. ആ അരുവി എന്താണ്? ഇൻഫജറത്ത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇസ്നതാ അശ്റത, 12. ഐനിനെ കുറിച്ച് എണ്ണുന്നോണ്ട് എന്ത് പറഞ്ഞു? ഇസ്നതാ അശ്റത, 12 അരുവികൾ പൊട്ടി. ആ പാറയിൽ മൂസ അലൈഹി ഇസ്ലാം അടിച്ച ഉടനെ എന്തായിരുന്നു? 12 അരുവി. 12 അരുവി. ഇസ്നത്താഷ ഐനൻ. കേട്ടോ, 12 എന്ന് പറയുമ്പോൾ ബഹുജനമല്ല, ഏകവചനമാണ് ഉപയോഗിക്കുക. ഓക്കെ, ഐനൻ, അരുവിയാൽ 12 എണ്ണം പൊട്ടി ഒഴുകിയെന്നാണ്. 12 അരുവികൾ പൊട്ടി ഒഴുകി. ഇസ്നത്താശ്രത്തായി. എന്തിനാ 12 അരുവി ഉള്ളത്? അവര് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഓരോരുത്തർക്കും കൃത്യമായി വെള്ളം കുടിക്കേണ്ട. ഖാദ് അലിമ കുല്ലു ഉനാസിൻ, ഖാദ് അലിമ കുല്ലു ഉനാസിൻ. ഉനാസ് എന്ന് പറഞ്ഞപ്പോ എന്തായി? ആ, എല്ലാ വിഭാഗവും. എല്ലാ വിഭാഗവും എന്ത് ചെയ്തു? എല്ലാ വിഭാഗവും അറിഞ്ഞു. എല്ലാ മനുഷ്യനും അറിഞ്ഞു. അപ്പൊ ഇവിടെ ഓരോ ഗോത്രത്തെയാണ് ഉദ്ദേശിച്ചത്. ഓരോ ഗോത്രവും അറിഞ്ഞു. മഷ്റബഹും, എന്തറിഞ്ഞു? അവരുടെ കുടിക്കാനുള്ള സ്ഥലം. ശരിമ കുടിച്ചു, മഷ്റബ് കുടിക്കുന്ന സ്ഥലം. ശരിമ കുടിച്ചു, മഷ്റബ് കുടിക്കുന്ന സ്ഥലം. മത്താഫ് അറിയാമല്ലോ, മത്താഫ് തവാഫ് ചെയ്യുന്ന സ്ഥലം. അപ്പോ മഷ്റബ്. മജ്ലിസ് എന്താ? മജ്ലിസ് ജലസ, ഇരുന്നു. മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം. ഓക്കെ. കത്തബ എഴുതി. മക്തബ് എഴുതുന്ന സ്ഥലം. സജദ സുജൂദ് ചെയ്തു. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. അല്ല, അപ്പൊ മഷ്റബ് കുടിക്കുന്ന സ്ഥലം. ഓരോരുത്തരും എവിടെ നിന്നാണ് കുടിക്കേണ്ടത്, ഏത് അരുവിയിൽ നിന്നാണ് തങ്ങൾ കുടിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലായി. കുലു വഷ്റബൂ മിൻ റിസ്ഖില്ല വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ. എന്നിട്ട് അള്ളാഹ് പിന്നെ പറയാണ്, കുലു വഷ്റബൂ, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. എവിടെന്നാ കുടിക്കേണ്ടത്? മിർ റിസ്ഖില്ല, അള്ളാന്റെ റിസ്ഖിൽ നിന്ന്, അള്ളാന്റെ വിഭവങ്ങളിൽ നിന്ന്, അള്ളാന്റെ ഭക്ഷണത്തിൽ നിന്ന് എന്ത് ചെയ്യുക? തിന്നുക, കുടിക്കുക. അപ്പൊ ഈ വിഭവങ്ങളൊന്നും ആരുടെ അല്ല? നിങ്ങളുടെ സ്വന്തം അല്ല. നിങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല, ഒരു കൺട്രോളും ഇല്ല. ഇതെല്ലാം അള്ളാന്റെതാണ്. അതിൽ നിന്നും നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും. പിന്നെ എന്ത് ചെയ്യരുത്? ലാ തഅസൗ, ലാ തഅസൗ, വിഹരിക്കരുത്. കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് വിഹരിക്കരുത്. കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് വിഹരിക്കുന്നതിനാണ് അസ യഅസു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മുഫ്സിദീൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യഥേഷ്ടം വിഹരിക്കരുത്. യഥേഷ്ടം അഫ്സദ വബാലഗ ഫിൽ ഇഫ്സാദ് എന്നാണ് അസായുടെ അർത്ഥം. അഫ്സദ വബാലഗ ഫിൽ ഇഫ്സാദ്. ബാലഗ എന്ന് പറഞ്ഞാൽ എന്താ? അധികരിച്ചു. ഫിൽ ഇഫ്സാദ്, കുഴപ്പത്തിൽ. അപ്പൊ ഇവിടെ മുഫ്സിദ്, നമ്മൾ ഇഹ്ദിന സിറാത്തൽ എന്ന് പറയുന്നത് പോലെ, ഇഹ്ദിന സിറാത്തൽ എന്ന് പറയുന്നിടത്ത് ഇഹ്ദി, നീ കാണിച്ചു തരണമെന്നേ പറയുള്ളൂ. സിറാത്ത് മാർഗം. അപ്പൊ സിറാത്ത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മള് നീ കാണിച്ചു തരണമെന്നാ പറയുന്നത്. ശരിക്കും യഹദ യഹ്ദി, യഹ്ദി എന്ന് പറഞ്ഞാൽ എന്താ?
നേർവഴി നേർവഴിയിലേക്ക് നയിക്കണമെന്നാണ്. പിന്നെ ശേഷം വഴി പറയുന്നതുകൊണ്ട് പിന്നെ നേർവഴി എന്ന് പറയേണ്ട കാര്യം. അതേപോലെയാണ് ലാ താഴ്സൗ, നിങ്ങൾ വിഹരിക്കരുത്, ഫിൽ അർദി ഭൂമിയിൽ, മുഫ്സിദീൻ, കുഴപ്പകാരികളായി. അപ്പൊ മുഫ്സിദീൻ എന്ന് പറഞ്ഞത് ഈന വന്നത് എന്ത് അവസ്ഥയിലായിരിക്കും? ഫത്തഹ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും. അപ്പൊ ഫത്തഹ് ചെയ്യപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ മഫ്ഊലും ബിഹി ഒന്നും അല്ല, മറിച്ച് എന്താണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫത്തഹ് തൻവീൻ വരുമ്പോൾ അത് ഹാലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഫത്തഹ് വന്നിരിക്കുന്നത്? ഹാലായിക്കൊണ്ടാണ്, അവസ്ഥയായിക്കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹാൽ എന്ന് പറഞ്ഞത് കൈഫൽ ഹാൽ എന്നൊക്കെ ചോദിക്കുന്ന അവസാനം തന്നെ ബുദ്ധിമുട്ടിച്ചു. ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥ പറയാൻ വേണ്ടിയാണ്. ഏത് അവസ്ഥയിൽ നിങ്ങൾ വിഹരിക്കരുത്? കുഴപ്പമുണ്ടാക്കുന്നവരായ നിലയിൽ, ആ അവസ്ഥയിൽ നിങ്ങൾ വിഹരിക്കരുത്. കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ യഥേഷ്ടം വിഹരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ താന്തോന്നികളായി നടക്കരുത്. ഇവിടെ എന്തെങ്കിലും ഗ്രാമർ നമുക്ക് ക്ലിയർ ആവാനുണ്ടോ? ഇവിടെ ഫത്തഹുൽ തൻവീൻ വന്നത് ഫത്തഹ് തൻവീൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഫത്തഹ് തൻവീൻ വന്നാൽ ഹാലായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഫത്തഹിന്റെ സ്ഥാനത്താണ് മുഫ്സിദീൻ വന്നത്. അവിടെ തൻവീൻ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മുസ്ലിമുൻ എന്ന് പറയുന്നിടത്ത് ബഹുവചനം വരുമ്പോ എന്തായി? മുസ്ലിമൂന എന്ന്. അപ്പൊ തൻവീൻ കാണുന്നില്ലല്ലോ. മുസ്ലിമുൻ എന്നല്ല ഏകവചനം. ബഹുവചനം വന്നപ്പോ മുസ്ലിമൂന എന്ന്. അതേപോലെ മുസ്ലിമൻ എന്നായിരുന്നെങ്കിലോ ബഹുവചനം എന്തായി? മുസ്ലിമീന്. അപ്പൊ അവിടെ തൻവീൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈന എന്നോ ഊന എന്നോ മാത്രമേ കാണുള്ളൂ. ഏകവചനമാണെങ്കിൽ അവിടെ തൻവീൻ ഉണ്ടാകും ഹാല് പറയുന്ന സ്ഥലത്ത്. ഹാലിന് വേണ്ടിയുള്ള പദമാണെങ്കിൽ ഇവിടെ ആ ഹാലാണ് മുഫ്സിദീൻ. അപ്പൊ അവിടെ ഈന രൂപം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. وإذ قلتم يا موسى لن نصبر. وإذ قلتم وإذ قلتم يا موسى. ആരെങ്കിലും സംസാരിക്കണം തോന്നുന്നുണ്ടോ? അല്ല ഖുർആൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? നമ്മള് പഠന മുറിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപശബ്ദം ഉണ്ടാകുന്നിടത്ത് ഇരിക്കരുത്. നമസ്കരിക്കുന്നിടത്ത് ഖുർആൻ ഓതിയാല് നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചോളം അത് അപശബ്ദമാണ്. ഖുർആൻ പഠിക്കുന്നിടത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഖുർആൻ പഠിക്കുന്നവരെ സംബന്ധിച്ചോളം അപശബ്ദമാണ്. വൈദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ, അല്ലയോ മൂസ, ലൻ നസ്ബിറ, ഞങ്ങൾ സഹിക്കുകയില്ല. അപ്പൊ എന്താണ് നസ്ബിറയ്ക്ക് എന്തുകൊണ്ടാ ഫത്തഹ് വന്നത്? ലൻ വന്നുകൊണ്ട്. ലന്നിന്റെ സഹോദരിമാരാരൊക്കെയാണ്? അല്ലൻ ഇതൻ കൈ ആണ് ലന്നും സഹോദരിമാരും. ലൻ നസ്ബിറ, ഞങ്ങൾ സഹിക്കുകയില്ല, അലാ തആമിൻ വാഹിദിൻ, ഒരേ ആഹാരത്തിന്റെ മേൽ. അലാ തആമിൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു ആഹാരമല്ല, അവർ കിട്ടിയത് മന്നും ശൽവയുമാണ്, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ എന്താ? സെയിം ആഹാരം എന്നർത്ഥം. എല്ലാ ദിവസവും മഞ്ഞും ശൽവയും തന്നെ തിന്നണം. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനാൽ ഇവിടെ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ. നേരത്തെ ഒരു ഓർമ്മ വന്നിട്ട്
فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم وقولوا حطة نغفر لكم قولوا حطة നിങ്ങൾ പാപമോചനം എന്ന് പറയുക അല്ലെങ്കിൽ പാപമോചനം തേടുക. നഗ്ഫിർ ലക്കും. അപ്പൊ നഗ്ഫിറിന് സുക്കൂൻ വരാൻ കാര്യം എന്താ? അമ്രിന്റെ ജവാബായതുകൊണ്ട്. കൽപ്പനയുടെ എന്താണ് ഫലം? ഒരു കൽപ്പന വന്നാൽ ആ കൽപ്പനയ്ക്ക് ഒരു ഫലം ഉണ്ടാവും. എന്താണ്? ഊണു നിങ്ങൾ പറയണം, ഹിത്തത്തിനോ നിങ്ങൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം? അതാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിന് ജസ്മ് ചെയ്യും. ലമ്മിന്റെ അതേ പ്രയോഗമായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ താങ്കൾ പ്രാർത്ഥിക്കൂ ലന ഞങ്ങൾക്ക് വേണ്ടി, റബ്ബക താങ്കളുടെ റബ്ബിനോട്. അപ്പൊ എന്താണ് ഇവിടെ? ഉദ്ഉ നീ പ്രാർത്ഥിക്കുക എന്നതിന്റെ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ആണ് അഥവാ കർമ്മമാണ് റബ്ബക. നീ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അവിടെ നസ്ബ് വന്നത്, അല്ലെങ്കിൽ ഫതഹത്ത് വന്നത്. ഫദഉ ലനാ റബ്ബക, നിന്റെ രക്ഷിതാവിനോട് നീ താങ്കൾ പ്രാർത്ഥിക്കുക. യുഖ്രിജ് ലനാ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. അപ്പോ യുഖ്രിജിന് എന്തുകൊണ്ടാണ് സുക്കൂൻ വന്നത്? അമറിന്റെ വാജിബല്ല, ജവാബ് റെസ്പോൺസ്, റിസൾട്ട് അല്ല. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഏതാണ് അമ്ര? എന്നതാണ് അമ്ര. നീ പ്രാർത്ഥിച്ചാൽ റബ്ബ് ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരും. അമ്പത്ത യുൻബിത്തു എന്ന് പറഞ്ഞാൽ മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു. നബത്തുൻ ചെടി, അൻബത്ത മുളപ്പിച്ചു. നബത്തുൻ ചെടി, നബത്ത മുളച്ചു. നബത്ത നബത്തുൻ ചെടി മുളച്ചു. അൻബത്ത മുളപ്പിച്ചു. മിമ്മ തുമ്പിത്തുള്ളായിരുന്നു ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നു. ഭൂമി മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും ഞങ്ങൾക്ക് ഭൂമി മുളപ്പിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. അഖ്റജ പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, അല്ലെങ്കിൽ അവൻ തരും. മിൻ ബഖലിഹ, ബക്കല് എന്താണ്? ബക്കല് ചീര. ബക്കല് എന്ന് പറഞ്ഞാൽ ചീര, അതായത് ഒടിച്ചാൽ പിന്നെയും മുളച്ചു വരുന്നതാണ് ബക്കല്. ഒടിച്ചെടുത്താല് പിന്നെയും മുളച്ചു വരുന്ന തരം ചെടികൾ ഉണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്? ബക്കല് എന്ന് പറയുന്നത്. കിസ്സ ആണെന്ത്? കക്കരി. പൂമ്, ഗോതമ്പ്. അജസ് അറിയാം, പയറോ പരിപ്പോ എന്തായിരുന്നല്ലോ. പരിപ്പുമാകാം, പയറുമാകാം. ബസൽ എല്ലാവർക്കും അറിയാം. അവിടെ റിയാലിൻ, ബസൽ റിയാലിൻ എന്ന് പറഞ്ഞിട്ട് 2 റിയാൽ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ ഗൾഫിൽ വിൽക്കും. പക്ഷേ നമുക്ക് ആ ബസല് ഖുറാനിലുണ്ടെന്നുള്ളവരെ അറിയില്ല. 30 തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടത്തില് ഉള്ളിയും കക്കരിയും വരെ ഉണ്ട്. പുല്ലും മുള്ളും ഉള്ളിയും കക്കരിയും വരെ ഉണ്ട്. 30 തൊട്ട് കർപ്പൂരം വരെ നിങ്ങൾ ഖുറാനിൽ കണ്ടിട്ടുണ്ടോ? അല്ലേ? കർപ്പൂരം മിസാജുഹ കാഫൂറ. കാഫൂറല്ലേ? കർപ്പൂരം കാഫൂറല്ലേ ഖുറാനില്ലേ? അതാണ് കാഫൂർ. 30 തൊട്ട് കർപ്പൂരം വരെയുണ്ട്. അപ്പൊ ബസല് ഉള്ളി,
കാല. അപ്പൊ എന്ത് വേണം ഞങ്ങൾക്ക്? പിന്നെ ചീരയും കക്കരിയും ഗോതമ്പും പയറും ഉള്ളിയും അങ്ങനെ എല്ലാത്തരം വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരട്ടെ. നിച്ചുന്റെ അപ്പൊ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാൽ അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. നിങ്ങൾക്ക് നല്ല തേനും പാലും അതുപോലുള്ള ഉന്നതമായ റോയലായിട്ടുള്ള ഭക്ഷണമാണ് അള്ളാഹ് ഇറക്കി തന്നത്, ആകാശത്ത് നിന്ന് ഇറക്കി തന്നതാണ്. കയ്യും മെയ്യും അനങ്ങാതെ നിങ്ങൾക്ക് സുഭിഷ്ടമായി തിന്നുകൊണ്ടിരുന്നാൽ മതി, നിങ്ങൾ ഒരു അധ്വാനം വേണ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ നിങ്ങൾ ഇസ്തബ്ദല പകരമാക്കുക. ബദ്ദല അല്ലെങ്കിൽ ഇസ്തബ്ദല. അതസ്തബ്ദിലൂന നിങ്ങൾ പകരമാക്കുകയാണോ? അല്ലദീ ഹുവ അദിന. അദിന എന്ന് പറഞ്ഞാൽ താഴ്ന്നത്. അദിന എന്ന് പറഞ്ഞാൽ അടുത്തതെന്നും അർത്ഥമുണ്ട്. അതിന ഇവിടെ എന്താ എഴുതുന്നത് നിങ്ങൾക്ക്? താഴ്ന്നത്. അപ്പോ അതിനായിലാണ് പിന്നെ അതിന താഴ്ന്നത്. ബില്ലദീ ഹുവ ഖൈർ ഉത്തമമായതിന് പകരം. ഇസ്തബ്ദലയുടെ കൂടെ വരേണ്ട ഒരു പ്രപ്പോസിഷനാണ് ബി. അത് ഇങ്ങോട്ടാണ്. ഏതിന് പകരമാക്കുകയാണ്? അതിനെ കൂടെയാണ് ബി ഉണ്ടാവുക. അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദിന താഴ്ന്നതിന് താണ ഇനത്തെ നിങ്ങൾ പകരമാക്കുകയാണോ? ബില്ലദീ ഹുവ ഖൈർ നല്ലതിന് പകരമായിട്ട്. നല്ലതിന് പകരമായിട്ട് ഇസ്തബ്ദല എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ രണ്ടാമത് പകരമായിട്ടുള്ളത്. ഇതിന് പകരം മറ്റതിനെ നിങ്ങൾ പകരം എടുക്കുകയാണോ? യഹ്ബിതു. അപ്പൊ അതിന എന്ന് പറഞ്ഞ എന്താണ് യഥാർത്ഥത്തില്? സൂപ്പർലേറ്റീവ് ആണ്. അതിന സൂപ്പർലേറ്റീവ് ആണ്. അതിന്റെ പോസിറ്റീവ് എന്താ? ദാനിൻ എന്നാണ്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല. ദാനിൻ എന്നതിന്റെ സൂപ്പർലേറ്റീവ് ആണ് അതിന. ദാനിൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് ദാനിയത്തുൻ. ഖുതൂഫുഹ ദാനിയത്തുൻ. അതിലെ ഫലങ്ങൾ എന്താണ്? ദാനിയത്തുൻ അടുത്തതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പഴങ്ങളെല്ലാം അടുത്തായിരിക്കും നിൽക്കുക. മാങ്ങ തിന്നണമെങ്കിൽ മാങ്ങ അടുത്ത് വരും, അടുത്ത് തിന്നാൻ മതി. ആപ്പിൾ വേണ്ടെങ്കിൽ ആപ്പിൾ ഇരിക്കാൻ അടുത്ത് തിന്നാൻ മതി, അടുത്ത് വരും. അപ്പം അതാണ് അതിന. ഏറ്റവും താഴ്ന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നല്ലതിന് പകരമാക്കുക. എഹ്ബത്തുവിന്റെ അർത്ഥം എന്താ? ഏതാ നമ്മൾ എവിടെ ആദ്യം പഠിച്ചത്? നേരത്തെ പഠിച്ചത്, ആദ്യം പഠിച്ചത് കുറേശ്ശെ കാണാൻ പഠിച്ചോളും കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. ഒരു ദിവസം ഒരാഴ്ച കാണാൻ പഠിക്കണ്ടേ? പഠിക്കുന്നുണ്ടാ? എന്നാലേ മെമ്മറി നിക്കുള്ളൂ. നമ്മളെ മൊബൈലില് നിങ്ങളിപ്പം ഒരു 5 വർഷത്തിനിടയിൽ എത്ര മൊബൈൽ മാറ്റി ആരെങ്കിലും? ഇല്ല. 5 വർഷത്തിനിടയിൽ മൊബൈൽ ഒന്നും മാറ്റിയില്ലേ? ഇല്ല. നല്ലത്. നമുക്ക് ആ പഴയ മൊബൈൽ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാരണം അന്ന് നൂറുകണക്കിന് കോണ്ടാക്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഈ മൊബൈൽ എന്താണ് ഹാങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെർച്ച് ചെയ്താൽ വരില്ല. അപ്പൊ ഞാൻ പഴയ മൊബൈലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ പഴയ മൊബൈലുകൾ, ഞാൻ നേരത്തെ ഉപയോഗിച്ച മൊബൈലുകളെല്ലാം ഉണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് നോക്കി അതിനെ എന്താണ് അതിന്റെ പഴയ മെമ്മറി എന്ന്. അപ്പോ നേരത്തെ ഉണ്ടായിരുന്നതിനൊക്കെ വളരെ മെമ്മറി കുറവാണ്. ഇപ്പോഴത്തെ ഇപ്പൊ 208 MB ആണെങ്കിൽ മറ്റേത് GB ആണെങ്കിൽ മറ്റേ ഒന്നും കാണുന്നില്ല. മെമ്മറിയെ കുറിച്ച് ഒരു പരാമർശം തന്നെ ഇല്ല. അപ്പൊ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ മെമ്മറി കൂടുതൽ പവർഫുൾ ആയി നിൽക്കണം. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. 100 ബില്യൺ സെല്ലുകൾ നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട്.
നമുക്ക് മെമ്മറി എന്താ പറയാ വളരെ പവർഫുൾ ആയിട്ടുള്ള മെമ്മറിയാണ് അന്ന് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ യൂട്ടിലൈസ് ചെയ്യണം. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ. ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായിപ്പോവും? അത് കേടുവന്നു പോകും. ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഫയലുകളൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഹാർഡ് ഡിസ്ക് ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത് അല്ലാതെ പഴയ ഫയൽ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടെക്നീഷ്യനെ കൊടുത്താൽ പറഞ്ഞാൽ അത് റീട്രൈവ് ചെയ്യണോ, ഇനി 10,000 രൂപ കൊടുക്കണം. 10,000 രൂപ കൊടുത്താൽ അത് റീട്രൈവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് കുറെ നാൾ ഉപയോഗിക്കായിരുന്നുകൊണ്ട് വർക്ക് ചെയ്ത് തരാമെന്നാണ്. അപ്പൊ മെമ്മറി എപ്പോഴും നമ്മൾ തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കണം. ആ മെമ്മറി തേച്ച് മിനുക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഒരു ദിവസം ഒരു ആയത്ത് കാണാൻ പഠിക്കുക. കാണാൻ പഠിക്കുന്ന ആയത്ത് നമസ്കാരത്തിൽ ഓതുക. ഇന്ന് ഓതും, നാളെ ഒരായത്തുകൾ പഠിച്ചു, അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമസ്കാരത്തിൽ ഓതുക. അങ്ങനെ ഓരോ ദിവസവും ആഡ് ചെയ്ത് ഓരോ ദിവസം ഓരോ ആയത്ത് ചെയ്ത് ആഡ് ചെയ്യുക. ചെറിയ ചെറിയ സൂക്തങ്ങളൊക്കെ തിരഞ്ഞെടുത്താൽ മതി. വലിയ വലിയ സൂക്തങ്ങളൊന്നും തിരഞ്ഞെടുക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബത്തറ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം പഠിച്ച് ഭാഗത്ത് അതൊക്കെ പ്രത്യേകം എടുത്ത് മനഃപ്പാടമാക്കാം. അല്ലെങ്കിൽ ചിലപ്പോ സാധാരണ നമസ്കാരം ഉറക്കം പോകുന്നവര് നമസ്കാരത്തിൽ കേൾക്കുന്ന സൂക്തങ്ങളായിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം എടുത്ത് കുറേശ്ശെ കാണാൻ പഠിക്കുക. പുതിയ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഴയത് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടി പഴയത് റിപ്പീറ്റ് ചെയ്യുക. മെമ്മറി നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ലേൺ ന്യൂ തിങ്സ് എന്നതാണ് എപ്പോഴും വിജ്ഞാനത്തിന്റെ ഒരു പ്രധാന ഘടകം. പുതിയ സംഗതികൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? അതിനാ ബില്ലദീ ഹുവ ഖൈർ. ഇഹ്ബിതൂ, നിങ്ങൾ ഇറങ്ങിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി എന്ന്. മിസ്രൻ, ഏതെങ്കിലും പട്ടണത്തിൽ. ഇവിടെ മിസ്ർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന അർത്ഥത്തിലാണ് മിസ്ർ ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ല ഇഹ്ബിതൂ മിസ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈജിപ്തിലേക്ക് തന്നെ പൊയ്ക്കോളി. മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ്. അവിടെ നിന്നാണല്ലോ നമ്മൾ കടല് കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ ആ പഴയ ഈജിപ്തിലേക്ക് തന്നെ അടിമ പണി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കോളി. അവിടെ നിങ്ങൾ ഫിറോവിന് വേണ്ടിയും അല്ലാത്ത അവിടുത്തെ ടിബറ്റികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? നിങ്ങൾ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കൃഷിപ്പണി ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പൊയ്ക്കുള്ളൂ. ഇന്നലക്കും മാ സഅൽതും, ഇന്നലക്കും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും, മാ സഅൽതും നിങ്ങൾ ചോദിച്ചത് എന്താണോ അത്. മാ എന്താണോ അത്, സഅൽതും നിങ്ങൾ ചോദിച്ചു. ഇന്നലക്കും മാ സഅൽതും നിങ്ങൾ ചോദിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ എന്താണ് ശരിക്കും പറയുന്നത്? അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അവര് ചീരയും കക്കരയും ഒക്കെ ചോദിച്ചാണോ തെറ്റ്? അവർ ചീരയും കക്കരയും ചോദിച്ചത് തെറ്റല്ല. മറിച്ച് എന്താ? അവരുടെ ദൗത്യത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്നതാണ് വിഷയം. അവർക്ക് മഞ്ഞും സൽവയും കൊടുത്തപ്പോൾ അവര് ഞങ്ങൾക്ക് പയറും കക്കരിയും ചീരയും ഒക്കെ കൊണ്ടു തരൂ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? ഞങ്ങൾക്ക് പയറും കക്കരിയും വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭൂമിയിൽ കൃഷി ചെയ്യണമല്ലോ. കൃഷി ചെയ്യുമ്പോൾ എന്തായി? അവരുടെ ഡ്യൂട്ടി, അവരുടെ ദൗത്യം മാറിപ്പോകും, ലക്ഷ്യം മാറിപ്പോവുകയാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദിസ് ഖിബ്ലയായിരുന്നത്? അന്ന് ബനൂ ഇസ്രായേലുകാർക്കായിരുന്നു എന്ത്? ലോകത്തിന്റെ നേതൃത്വം. അപ്പൊ ബനൂ ഇസ്രായേലുകാര് എന്തായിരുന്നു? അവർ നബിമാരുടെ പിന്മുറക്കാരായിരുന്നു. അവർക്ക് പ്രബോധനം എന്നതായിരുന്നു അവരുടെ മുഖ്യ ദൗത്യം. അള്ളാന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് മുഖ്യ ദൗത്യം. അത് തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും. നമ്മൾ പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? നീ ജാഅലിൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കാൻ പോകും. അപ്പൊ അള്ളാഹ് എന്തൊക്കെയാണോ കൽപ്പിക്കുന്നത് അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കാം. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഔപചാരികമായി കോപ്പി എടുത്ത് വിതരണം ചെയ്തിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കിയിരുന്നു.
ആ കോപ്പികളൊക്കെ ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്ന കോപ്പികളായിരുന്നു, ജീവനുള്ള കോപ്പികളായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് പ്രിന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രിന്റിന് ഒരു ജീവനുമില്ല, നിർജീവമായ പ്രിന്റാണ്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അവര് ഇസ്ലാമിന്റെ പ്രബോധകരായി ഇസ്ലാമിന്റെ അള്ളാന്റെ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ ദൗത്യം. നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റസൂലുള്ളാഹി മൂസ അലൈഹി ഇസ്ലാം നിങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൃഷിപ്പണിയിലേക്ക് പോകാൻ പോവുകയാണോ? അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ. അപ്പൊ ഇതാണ് അദിനാ ബില്ലദീ ഹുവ ഖൈർ. ഒന്ന് അക്ഷരത്തിലൂടെ വായിച്ചാൽ അവര് മഞ്ഞും സൽവയും വിട്ടിട്ട് ചോദിക്കുന്നത് കീരയും കക്കരിയും പരിപ്പും ഉള്ളിയൊക്കെ ആണെങ്കിൽ അതിന്റെ മറുഭാഗം എന്താണ്? നിങ്ങൾ കൃഷിപ്പണിയിലേക്കും അധ്വാനത്തിലേക്കും പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ദൗത്യം നിർവഹിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതിന്റെ സൂറത്ത് ബഖറയിൽ മുസ്ലിങ്ങളെ കുറിച്ച് രണ്ടാമത് പറയുന്നുണ്ട്, നമുക്ക് അവിടെ വരുമ്പോൾ പറയാം. അത് മുഖേന അവരെന്ത് ചെയ്തു? ദുരിബത്ത് അലൈഹിം അദില്ലതു. ദുരിബത്ത് മുദ്രണം ചെയ്യപ്പെട്ടു, അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സീലടിച്ചെന്ന് നമ്മൾ പറയൂലേ? സീലടിച്ചു എന്ന് പറയും. സീലടിക്കപ്പെട്ടു. ദുരിബത്ത് അലൈഹിം, അവരുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ടു. എന്ത്? അദില്ലതു, നിന്ദ്യത എന്ന് പറഞ്ഞാൽ നിന്ദ്യത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. വൽ മസ്കനത്തു, മിസ്കീനാകുന്ന അവസ്ഥ, അന്ധത്വം, നിന്ദ്യതയും ദൈന്യതയും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരറിയാതെ വന്നു ചേർന്നു. മടങ്ങി, അല്ലെങ്കിൽ പാത്രീഭൂതരായി, ബിഗദബിൻ, കോപത്തിന്. എന്തായി? മടങ്ങി. ബായുടെ കൂടെ എന്ത് വരണം? ബി വരണം. അതാണ് ബിഗദബിൻ, കോപവുമായി മടങ്ങി. മിനല്ല, അള്ളാന്റെ കോപത്തിന് അവർ പാത്രീഭൂതരായി. ദാലിക ബി, അതെന്തുകൊണ്ടെന്നാൽ അന്നഹും കാനൂ യക്ഫുറൂന, അവരെന്ത് ചെയ്തു? കുഫ്ർ ചെയ്തുകൊണ്ടേയിരുന്നു. ബി ആയാത്തില്ലാഹി, അള്ളാന്റെ സൂക്തങ്ങളോട്. ഇവിടെ കുഫ്ർ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കുക എന്നല്ല, നന്ദികേട് കാണിച്ചു. ആ ദൃഷ്ടാന്തങ്ങളെ അവരെന്ത് ചെയ്തു? അതിനോട് അവര് കുഫർ കാണിച്ചു, മറച്ചു വെച്ചു. യക്ഫുറൂൻ, ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ആയാത്താണ്. ആയാത്ത് അവർക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅദൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണെന്ന് നിങ്ങൾക്കറിയാം. ഖദ് തഅലമൂന, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. അപ്പോ റസൂലാണ് എന്ന് അവർ അംഗീകരിച്ചു. അള്ളയിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെന്ത് ചെയ്തു? അള്ളാന്റെ സൂക്തങ്ങളോട്, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളോട് നിഷേധമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. ഇവിടെയാണ് നമ്മൾ ഉമ്മത്ത് മുസ്ലിമെ പഠിക്കേണ്ടത്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ നമുക്ക് പഠിക്കേണ്ടത് അവിടെയാണ്. മുസ്ലിം സമൂഹത്തിന് അള്ളയിൽ വിശ്വാസം ഉണ്ടാകും, റസൂൽ വിശ്വാസം ഉണ്ടാകും, ഈമാൻ കാര്യങ്ങൾ ഒക്കെ 6ഉം ഇസ്ലാം കാര്യങ്ങൾ 5ഉം തന്നെയാണ്. ആരെങ്കിലും ഈമാൻ കാര്യങ്ങൾ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ അവരുടനെ അതിൽ കയറി പിടിക്കും. അവൻ പറഞ്ഞു ഈമാൻ കാര്യം 5അല്ല 6അല്ല എന്ന്. ഈമാൻ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കാര്യം 6 തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല, 6ലധികവും പറഞ്ഞിട്ടുണ്ട്.
ഖുറാനിൽ പറഞ്ഞപ്പോ എണ്ണി പറഞ്ഞപ്പോ 5 പറഞ്ഞുള്ളതേ ഉള്ളൂ. പിന്നെ അള്ളാഹിന്റെ വിധിയിലുള്ള വിശ്വാസം അതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അള്ളാഹിലുള്ള വിശ്വാസത്തിലൂടെ ഹദീസിൽ എണ്ണി പറഞ്ഞപ്പോ 6ഉം 7ഉം 8ഉം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാറും ജന്നത്തും അതിനൊക്കെ വിശ്വാസം വേണം. അപ്പൊ അതിന് അധികമായി. അപ്പൊ അതിൽ തർക്കിക്കുന്നവർ പോലും ദൈവിക ദൃഷ്ടാന്തങ്ങളോട് ദൈവിക സൂക്തങ്ങളോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഗുരിബത്ത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കനത്ത്. മുസ്ലിങ്ങളുടെ അധപതനത്തിന് കാരണം എന്താണ്? കിട്ടിയില്ലേ? കാനൂ യക്ഫുറൂന ബി ആയാത്തില്ലാഹി. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചത് കാരണമാണ്. അതേപോലെ അവരെന്ത് ചെയ്തു? അള്ളാന്റെ ഖിലാഫത്താകുന്ന ഉത്തമമായ സ്ഥാനം, അംബാസഡറാകുന്ന ആ സ്ഥാനം അവർ കളഞ്ഞു കുളിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ജഡ്ജും അതുപോലെ എന്താണ് അതൊന്നും ആകണ്ടെന്നല്ല, പക്ഷെ ഭൗതിക താല്പര്യങ്ങളായി അവർക്ക് അവരുടെ ലക്ഷ്യം, ഭൗതിക സ്ഥാനമാനങ്ങളായി അവർക്ക് ലക്ഷ്യം ആയി തീർന്നപ്പോൾ എന്തായി? ഗുരിബത്ത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കൻ. അങ്ങനെ ആകാൻ കാരണം യഥാർത്ഥത്തിൽ അള്ളാന്റെ കോപത്തിന് അവർ പാത്രീഭൂതരായി എന്നതാണ്. അവർ വധിക്കുന്നു, വധിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. കാനു യക്ഫുറൂന എന്നാണ്. കാനു യക്ഫുറൂന വയഖ്തുലൂന. കാനു യക്ഫുറൂന എന്താ പറയാ, അവര് ചെയ്തുകൊണ്ടേയിരുന്നു, കുഫർ ചെയ്തുകൊണ്ടേയിരുന്നു. അതേപോലെ യഖ്തുലൂൻ, വധിച്ചുകൊണ്ടേയിരുന്നു. അന്നബിയ്യീന. അപ്പൊ എന്തുകൊണ്ട് നബിയൂന എന്ന് പറഞ്ഞില്ല? യഖ്തുലൂനയുടെ കർമ്മമാണ്, ഒബ്ജക്റ്റ്. യഖ്തുലൂന അവർ വധിച്ചുകൊണ്ടിരുന്നു. ആരെ? അന്നബിയ്യീന. അപ്പൊ ഫതഹിന് പകരം ഈന വന്നു. യഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. അന്യായമായി. അപ്പൊ ന്യായമായിട്ട് നബിമാരെ വധിക്കാവോ? അവര് അന്യായമായി വധിച്ചു എന്ന് പറഞ്ഞാൽ അവര് പോലും ഒരു ന്യായം ഉന്നയിക്കുന്നില്ല നബിമാരുടെ മേൽ, നബിമാരെ വധിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു ന്യായം അവർ ഉന്നയിച്ചിട്ട് അത് കോടതിയിൽ കൊണ്ടുവരികയും അങ്ങനെ ഇദ്ദേഹം ഇന്ന അന്യായങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാ? ശിക്ഷിക്കുക. അങ്ങനെ ഒരു ന്യായവും അവർ കൊണ്ടുവരുന്നില്ല. അതാണ് ബിഗൈരി ഹഖിൻ, അന്യായമായി. അവരുടെ കിതാബ് തന്നെ പറയുന്നുണ്ട്, ബൈബിളിൽ തന്നെ ഒരുപാട് നബിമാരെ വധിച്ച കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട നമുക്കറിയുന്ന നബിമാരെ കുറിച്ച് പറഞ്ഞാല് ജക്കരിയ നബി അലൈഹിസ്സലാം. ജക്കരിയ നബി അലൈഹിസ്സലാം അവരുടെ ബിംബാരാധനയും അതേപോലെ തന്നെ അവരിൽ ഇസ്രായേൽ സമൂഹത്തിൽ ബിംബാരാധനയും വ്യഭിചാരവും പ്രോസ്റ്റിറ്റ്യൂഷൻ വ്യാപിച്ചപ്പോൾ ജക്കരിയ നബി അലൈഹിസ്സലാം അതിനെന്ത് ചെയ്തു? പരസ്യമായി വിമർശിച്ചു. ജക്കരിയ നബി അലൈഹിസ്സലാം അതിനെ പരസ്യമായി വിമർശിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? വിശുദ്ധ ഗേഹത്തിൽ വെച്ച് ജക്കരിയ നബി അലൈഹിസ്സലാമിയെ എറിഞ്ഞു കൊന്നു. ബൈത്തുൽ മുഖദ്സിൽ വെച്ചു. അത് അവരെ വിശുദ്ധ ഭാഗങ്ങൾ ഏരിയ തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ബൈബിളില്, പഴയ നിയമത്തിൽ. അവിടെ വെച്ച് ജക്കരിയ നബി അലൈഹി ഇസ്ലാമിയെ എറിഞ്ഞു കൊന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അവരുടെ ബഅല് പൂജ, യഹിയ നബി അലൈഹി ഇസ്ലാം, ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിയെ അവര് എന്ത് ചെയ്തു? വധിക്കാൻ ഒരുമ്പെട്ടു എന്നാണ് പറയുന്നത്. യഹിയ നബി അലൈഹി ഇസ്ലാമിയെ
കാമുകിയുടെ രാജാവിന്റെ കാമുകിയുടെ താല്പര്യപ്രകാരം യഹിയ നബി അലൈഹി ഇസ്ലാമിയുടെ തല വെട്ടി പാത്രത്തിലാക്കി കാമുകി സമർപ്പിച്ചു എന്നാണ്. നമുക്കറിയുന്ന നബിമാരാണ്. അറിയാത്ത നബിമാരുടെ പല പേരുകളും ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊക്കെ പല പ്രവാചകന്മാരെയും വധിച്ച വിവരം പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം എന്തായിരുന്നു? അന്യായമായി. കാനു യഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ് ദാലിക ബിമാ അസൗ, അവർ ധിക്കരിച്ചത് കാരണമായി. ധിക്കരിച്ചു, അസൗ അവർ ധിക്കരിച്ചു. വകാനു യഅ്തദൂൻ, യഅ്തദ പരിധി ലംഘിച്ചു. അവരുടെ ധിക്കാരം കാരണവും കാനു യഅ്തദൂൻ പരിധി ലംഘിച്ചത് കാരണവുമാണ്. ഈ പറയുന്ന ബനൂ ഇസ്രായേലുകാരെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തുമായി, മുസ്ലിം സമൂഹവുമായി തട്ടിച്ചു നോക്കേണ്ടതാണ്. മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും അതിൽ പെടുന്നതാണ്. അവിടെ എല്ലാം എന്തെല്ലാം മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം യഥാർത്ഥ മൂല കാരണം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിൽ നിന്നും അവർ തെറ്റിപ്പോയി എന്നതാണ്. ഇന്നലെ ബി അസാക്ക, ബി വന്നുകൊണ്ട് എന്ത് ചെയ്തു? ബി അസാക്ക, ബി വന്നുകൊണ്ട് കെസ്ർ ചെയ്തോ? അസ എന്നത് അവസാനം അലിഫാണ്, അതുകൊണ്ട് അവിടെ അലിഫ് കെസ്ർ വെളിവാകില്ല. അലിഫിന് ഒരു അടയാളവും വെളിവാകില്ല. പിന്നെ ഹജറിന് എന്തുകൊണ്ട് ഫത്തഹ വന്ന്? ഇദ്രിബിന്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇദ്രിബ് അടിക്കുക. എവിടെ അടിക്കുക? കല്ലിലടിക്കുക. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കല്ലിന്മേൽ അടിക്കുക, കല്ലിൽ അടിക്കുക എന്നൊക്കെ പറയും. അറബിയിൽ മേലും ഇല്ലും ഒന്നും വേണ്ട, അവിടെ ഒബ്ജക്റ്റ് ആക്കി പറഞ്ഞാൽ മതി. അത് ആലിമ കുല്ലു ഉനാസിൻ, ഉനാസിൻ എന്തുകൊണ്ടാണ് കെസ്ർ കൊടുത്തത്? കുല്ലിന്റെ ശേഷം വരുന്ന കുല്ലിനും കെസ്റാണ്. മുമ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കുല്ലിന് ശേഷം വരുന്ന കുല്ലിനും കെസ്റാണ്. കുല്ലിന് ശേഷം വരുന്ന എല്ലാത്തിനും കെസ്റാണ്. പിന്നെ മഷ്റബിന് എന്തുകൊണ്ടാണ് ഫത്തഹ വന്നത്? ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. ഏതിന്റെ ഒബ്ജക്റ്റ് ആണ്? അലിമയുടെ. കുലു വശ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൂ ഫിൽ അർദി മുഫ്സിദീൻ. ആ മുഫ്സിദീനാണ് നമ്മൾ ഹാലെന്ന് പറഞ്ഞത്. പറഞ്ഞില്ല നേരത്തെ. ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ. വാഹിദിൻ എന്തുകൊണ്ടാണ് കസ്ർ വന്നത്? അപ്പൊ അല വന്നാൽ കുറെ അപ്പുറത്താണ് കസ്ർ കൊടുക്കുക. നാമിന്റെ വിശേഷണമായതുകൊണ്ട്, കസറുള്ള നാമത്തിന്റെ വിശേഷണമായതുകൊണ്ട്. അലാ തആമിൻ ആഹാരത്തിന്റെ മേൽ, വാഹിദിൻ ഒരേ ഒരു. മിമ്മ തുമ്പിത്തുൽ അർളുവിന്റെ മിമ്മ തുമ്പിത്തുവിന്റെ തജ്വീദ് നിയമം എന്താണ്? തുമ്പിത്തുവിലെ തജ്വീദ് നിയമം ഇത് പിന്നെ ഇഖ്ഫാഉൽ ഷഫത്താൻ. നൂനിനെ മറിച്ച് മീമാക്കി, മീമിനെ മറിച്ച് ബാ. നൂനിനെ മറച്ചല്ല, നൂനിനെ മറിച്ച്. ഒന്നാമത്തത് മറിക്കലാണ്, രണ്ടാമത്തത് മറയ്ക്കലാണ്. അതിന് ഇഖ്ഫാഉൽ ഷഫത്തൈൻ എന്ന് പറയുന്നത്. ഷഫത്തൈനല്ല, ഷഫവി, ചുണ്ട് പരമായ മറയ്ക്കൽ, ഷഫവി.
ഓക്കെ, അത് തന്നെയാണ് മിൻ ബഖലിഹായിലും ഉള്ളത്. ഹിബത്തു മിസ്രൻ. മിസ്രൻ എന്തുകൊണ്ട് വന്നു? കർമ്മമായി. ആ അതുകൊണ്ട് ഓക്കെ, ലളിതമായ വ്യാകരണം മാത്രമേ ഉള്ളൂ. വേറെ കെട്ടിക്കൊടുക്കുള്ള ഒരു സംഗതിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വ്യാകരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. മനസ്സിലാക്കേണ്ടതില്ലാത്ത വ്യാകരണത്തിന് വേണ്ടി വ്യാകരണം പറയുന്ന ഒരുപാട് വ്യാകരണ ശാസ്ത്രങ്ങളുണ്ട്. ആ വ്യാകരണ ശാസ്ത്രം നമുക്ക് പഠിക്കേണ്ടതില്ല. ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി. കലയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കും. കലയ്ക്ക് വേണ്ടിയാണോ? കലയ്ക്ക് വേണ്ടിയാണോ? ആശയ സമ്പാദനത്തിന് വേണ്ടിയാണോ? സംവേദനത്തിന് വേണ്ടിയാണോ? ആശയ സംവേദനത്തിന് വേണ്ടിയാണെങ്കിൽ ആശയമാണ് മനസ്സിലാക്കേണ്ടത്. കലയ്ക്ക് വേണ്ടിയാണെങ്കിൽ കല പഠിക്കണം. അപ്പൊ വ്യാകരണം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാട് വ്യാകരണം പഠിക്കാൻ പറ്റും. ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ മനസ്സിലാക്കേണ്ട വ്യാകരണം മാത്രം പഠിക്കാം. ഓക്കെ, എനി ഡൗട്ട്? നജ എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു എന്നല്ലേ? നജ രക്ഷപ്പെട്ടു. നജ നജവും പിന്നെ നജൗത്ത. നജൗത്തയാണ്. ആ നജൗത്ത. നജയിത്തല്ല, നജൗത്ത. നജൗത്ത സൂറത്തില് ഖസസിലുണ്ടല്ലോ. അതെ, നജൗത്ത എന്നുള്ളത്. ആ നജൗത്തമേ ഇവിടെ യക്ഫുറൂന ബി ആയാത്തില്ലാഹി എന്നുള്ളത് വിശേഷണമാണോ? നമ്മൾ ആയാത്തില്ലാഹി ഗ്രാമർ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തന്ന ഗ്രാമർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അല്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ ഗ്രാമർ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഷോർട്ട് വീഡിയോ വരുന്നുണ്ടല്ലോ, 5 മിനിറ്റ് ഒക്കെ ഉള്ള. അത് കേൾക്കുന്നുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ 1-2 ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ സ്ത്രീലിംഗ ബഹുവചനം വരും. ഇപ്പൊ പുല്ലിംഗ ബഹുവചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുല്ലിംഗ ബഹുവചനം പഠിച്ചു തീർന്നിട്ട് ഇനി ഒരു ക്ലാസ്സിലുള്ള പുല്ലിംഗ ബഹുവചനം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീലിംഗ ബഹുവചനം വരും. പക്ഷേ ഇവിടെ നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം ആയാത്തി ബി വന്നതുകൊണ്ട് ആയാത്തിന് കസ് കൊടുത്തു. ആയാത്തില്ലാഹി എന്നുള്ളത് ആയത്തില്ലാക്ക് അള്ളാഹ് എന്ന നാമത്തിന് കസ് കൊടുത്തത് എന്താണ്? അള്ളാഹിന്റെ ആയത്തുകൾ. അപ്പൊ എന്തായി? ഇലാഫത്തായി. എല്ലാം നമ്മൾ പഠിച്ചതേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് സംശയം വരുന്ന എന്ത് ഗ്രാമർ ഉണ്ടോ ആ ഗ്രാമർ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലളിതമായി വരും. ആയാത്ത് ബി എന്ന ആയാത്തിൽ കസറാണ്. ആയത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്. ആ സ്ത്രീലിംഗ ബഹുവചനത്തെ കുറിച്ച് നമ്മൾ വിശദമായി പിന്നെ പഠിക്കും. വേറെ ഈ സാമിരി പറഞ്ഞല്ലോ ഫനസീയ എന്നാണ്. മൂസ മറന്നുപോയതാന്ന് പറഞ്ഞില്ലേ? എന്താണ്? മൂസ മറന്നുപോയതാന്ന് പറഞ്ഞില്ലേ? ഫനസീയ എന്നുള്ള അവിടെ എങ്ങനെ ഓത്ത് നിർത്തുന്നത്? എങ്ങനെയാ ഫനസി? നസി 2 ഹർക്കത്ത്. 2 ഹർക്കത്ത്. നമ്മള് ബക്കറിൽ തന്നെ ഉണ്ടല്ലോ മാഹി. ഹലോ ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ ഉണ്ടായിരുന്നോ ഇവിടെ?
ഞാനെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സംശയം ചോദിക്കാൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പിന്നെ മിണ്ടാതെ ആഹാ, ഇഷ്ടംപോലെ ഒന്ന് മാത്രം ചോദിക്കണം. ഒന്നും ചോദിക്കാൻ വരും. മൊത്തം സംശയമാണ്. അതിന് പിന്നെ ഇത് മൊത്തം കേൾക്കാൻ ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ട് ക്ലാസ്സിൽ മാത്രം ഒന്ന് കയറവേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ സംശയം ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ത്? ഇത് മൊത്തം കേൾക്കാനും ഇതിനെ കുറിച്ച് പഠിക്കാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആയത്തിന്റെ അവസാനമാണ് സയ്യിദ് സാഹിബ് അവിടെ അല്ലെ? അതെ ഇലാഹു മൂസ ഫനസി. അതെ. രണ്ട് ഹർക്കത്തെ നീട്ടാ, ഒരുപാട് നീട്ടാൻ പാടില്ല. ഇലാഹു മൂസ ഫനസി. ആ, ആയിഷ പറയൂ. അതന്നെ എനിക്ക് അറിയാനുള്ള. എനിക്ക് ഇതൊന്നും കേൾക്കാനും പഠിക്കാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ട് ഇഷ്ടം പോലെ സംശയമുണ്ട്. അതേ ഉള്ളൂ പറയാൻ. ഇപ്പം നോക്കാൻ ഈ സമയം എവിടേക്കാ പോകുന്നത്? എന്തൊക്കെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അരമണിക്കൂർ ഇടപെട്ട് സമയം എഴുതി വയ്ക്കുക. അതൊക്കെ എല്ലാം കഴിയുമ്പോലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയാ 200 പേജിലും എഴുതിയോ? 200 പേജുള്ള ബുക്ക് വാങ്ങിയിട്ട് അതിൽ എഴുതണം. രാവിലെ എഴുന്നേക്കുന്ന എത്ര മണിക്ക്? രാവിലെ 4 മണിക്ക് എഴുന്നേക്ക്. 4 മുതൽ 4:30 വരെ എന്ത് ചെയ്തു? 4:30 മുതൽ 4. എനിക്ക് കാണാൻ വേണ്ടിയല്ല, ഇത് മുഴുവൻ വായിച്ചതിന് ശേഷം എവിടെ നിന്ന് 5 മിനിറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കുക. അല്ല, ഈ പറയുന്നത് എവിടെ നിന്ന് 5 മിനിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ 1-ൽ നിന്നും 5 മിനിറ്റ് കുറച്ചാൽ അരമണിക്കൂർ വീതമുള്ള സമയം എഴുതിയിട്ട് ഒരെണ്ണത്തിൽ നിന്നും 5 മിനിറ്റ് കുറച്ചാൽ 5 മിനിറ്റ് കിട്ടി. അതേപോലെ 5 സ്ഥലത്ത് നിന്നും 5 മിനിറ്റ് കുറച്ചാൽ 25 മിനിറ്റ് കിട്ടി. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പോയെന്ന് വിചാരിച്ചു. നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയത് 5 മിനിറ്റ് നേരത്തെ വന്നാൽ 5 മിനിറ്റ് അവിടെ കിട്ടി. എനിക്ക് 5 മിനിറ്റ് വേണമായിരുന്നു. 5 മിനിറ്റ് വേണമായിരുന്നു. ഒരാൾ ഫോൺ ചെയ്ത് എനിക്കൊരു 5 മിനിറ്റ് വേണമായിരുന്നു. നമ്മള് ചില ആൾക്കാരെ സംസാരിച്ചിരിക്കും 1 മിനിറ്റ് എന്ന് പറയില്ലേ, ആ 1 മിനിറ്റ് കൂടുതൽ എടുക്കും നമ്മൾ. എന്നിട്ട് അസൈൻമെന്റ് തന്നെ നമ്മൾ വായിച്ചു നോക്കാൻ പറഞ്ഞു, ഹിസ്റ്ററി അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാം ഇവിടെ ജനിച്ചു, ഉമ്മ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ നോക്കിട്ടേ ഇല്ല എന്താണ്, പിന്നെ ഒന്നും കണ്ടിട്ടുമില്ല, നോക്കിട്ടുമില്ല. എന്താ പ്രശ്നം? എവിടെയാ പ്രശ്നം? പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്ക് എഴുതണല്ലോ, എനിക്ക് കുറച്ച് എഴുതാഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല. അപ്പൊ ഞാൻ ക്ലാസ് കുറച്ചൊക്കെ എഴുതണം. 2 ക്ലാസ് ഇനി എഴുതാണ്ട്. ഈ എഴുതണമെന്ന് പറഞ്ഞത് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് അത് ശരിയാവുള്ളൂ, അതേ ശരിയാവുള്ളൂ. കേട്ടാൽ നിങ്ങള് നമ്മളെ ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേർന്നിട്ട് അവിടെ ഇങ്ങനെ എഴുത്തി നോട്ട് എഴുതണം പറയും. നമ്മളിപ്പോ പുതിയൊരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നോട്ട് എഴുത്തിന്റെ ഒരു അയ്യര് കളിയാണ്. ക്രിസ്ത്യാനി ഖുർആൻ വേറൊരു ടീമുമായിട്ട് ചേർന്നൊരു ക്ലാസ് തുടങ്ങി. അപ്പൊ അവരുടെ ഗ്രൂപ്പിൽ പണ്ടേ ഉള്ള എന്താണ്, നോട്ട് എഴുത്താൽ വാട്സപ്പിലേക്ക് ക്ലാസ് അയച്ചു കൊടുക്കും, അത് എഴുതിയെടുക്കുക, എല്ലാം എഴുതിയെടുക്കുക. അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് എടുക്കും, എന്നിട്ട് അതിൽ എഴുതി നോട്ട് എഴുതിയെടുക്കുക. ആവശ്യമുള്ള എഴുതിയെടുക്കണം, എഴുതിയെടുക്കണമെന്നല്ല ഞാൻ പറയും. പക്ഷെ നമ്മളെ ഫോക്കസ് എന്തായിരിക്കണം? കാര്യം മനസ്സിലാക്കുക എന്നതായിരിക്കണം. അങ്ങനെ എഴുതിയാൽ, മൊത്തമായിട്ട് എഴുതിയാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ പിന്നെ ഷോർട്ട് പിന്നെ അതിന്റെ പോയിന്റ് ഒക്കെ എങ്ങനെയൊന്നും പോയിന്റ് അറിയില്ല. പക്ഷെ എഴുതി വെച്ചാല് വായിച്ചെഴുതി ഒന്നും മനസ്സിലാവില്ല. ഒരു ദിവസം വായിച്ചിട്ട് നിങ്ങളാണോ നിങ്ങൾ പേജ് നമ്പർ എടുത്ത് ഇടുവായിരുന്നില്ല? ഒരു പേജിൽ എത്ര വാക്ക് കിട്ടുന്നൊക്കെ ഇടുവായിരുന്നില്ല? എവിടെ പോയി? അതിപ്പോ അതൊന്നുമില്ല. അപ്പൊ അത് ഈ എഴുത്ത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റത്തെ 2-3 ദിവസത്തെ ക്ലാസ് എനിക്ക് തീരെ എഴുതാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ബാക്കി വന്നു. ആ ഒരാഴ്ച തന്നെ ഞാൻ ആഴ്ച തന്നെ മുഴുവനാക്കിയിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ നോക്കാനൊക്കെ സമയം കണ്ടെത്തണ്ടേ. ഇപ്പൊ ഇത് ഒന്നും ഒരു ദിവസം ഒഴിവില്ലാതെ ഇപ്പൊ അങ്ങനെ. നമ്മൾ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിന്റെ ഭാഗമൊക്കെ നോക്കാൻ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാം അവരെ കടത്തിക്കൊണ്ട് വരുന്ന സന്ദർഭം മാത്രമേ നെറ്റീനാക്കും 4 ഫിരാവൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം മുതൽ അതുവരെയുള്ള ഭാഗം വായിക്കാൻ ഇന്ന ആയത്ത് തന്നെ വായിക്കാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലല്ലോ ഞാൻ. അതിന് ഒരുപാട് വായിക്കാനുണ്ടോ? സയ്യിദ് സാഹിബേ? ഇല്ല, ഞാൻ
ഞാൻ 4 വായിച്ചു, കൂടുതൽ വായിക്കലില്ല. കുറച്ചേ വായിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആയത്ത് 2 രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. 2 കുറച്ചേ ഉള്ളൂ. പിന്നെ ഒന്ന് താഹ വായിക്കാൻ പറഞ്ഞോ? താഹ പറഞ്ഞു. കുറച്ച് സമയം കിട്ടിയാൽ ഒരു 2 ആഴ്ച ആവർത്തനം ഞാൻ ഒഴിവാക്കിയതാണ്. ആദ്യം ഞാൻ കുറെ ഭാഗങ്ങൾ വായിക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തതാ. പിന്നീട് ആവർത്തനം ഉള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി. നോമ്പിന് ആവർത്തനം ക്ലാസ് ഇല്ലാത്തവർ തന്നിരിക്കുന്നത്. ഈ എഴുതുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ ഗ്രാജുവലായി നിർത്തിക്കൊടുത്തു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അപ്പൊ എന്താ അതിന്റെ ഫലം? അല്ല, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അത് എഴുതിയിട്ടില്ലെങ്കിൽ വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ എനിക്കത് പറ്റൂല. എനിക്കത് ഒന്നും അറിയാത്തത് കൊണ്ടേ മനസ്സിലാവില്ല. പറ്റൂല എന്ന് വിചാരിച്ചു. നമ്മളെ തദബ്ബുറാണ് ചെയ്യേണ്ടത്. ഒരു ഭാഗം വായിച്ചിട്ട് അതിന് എനിക്ക് മനസ്സിലായി നോക്കാം. മനസ്സിലായില്ലെങ്കിൽ പിന്നെയും കേട്ടു നോക്കാം. പറ്റില്ല. അങ്ങനെയാണ് ക്ലാസ് ടൈം കിട്ടിയത്. ഏത് നോമ്പിന് ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നോമ്പില്ലാത്തപ്പോ ക്ലാസ് പഠിക്കാൻ സമയമില്ല. പിന്നെ നോമ്പിന് എങ്ങനെ സമയം കിട്ടും? ഒന്നും സമയം കിട്ടില്ല. അൽ ഖസസ് 1 മുതൽ 40 വരെ വായിക്കുക. അൽ അറാഫ് 103 മുതൽ 169 വരെ വായിക്കാം. ഈ 2 ഭാഗങ്ങൾ നിർബന്ധമായും വായിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അശ്വറ 10 മുതൽ 67 കൂടുതൽ വിവരങ്ങൾക്കാണ്. പിന്നെ 3-ാമത് യൂനിസ് 90 മുതൽ 93 വരെ. അതെന്തോ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിൽ കൂടുതലുള്ളത് ആറാഫ് 103 മുതൽ 169 വരെ ഉള്ളത്. അപ്പൊ എത്ര? 3 മുതൽ 69 വരെ 66 ആയത്. അൽ ഖസസ് 1 മുതൽ 40 വരെ. കൂടുതൽ വിവരം വേണമെന്നുള്ളവർക്ക് ഷുആറ 10 മുതൽ 67 വരെ വായിക്കാം. ത്വാഹ 9 മുതൽ 90. അത് എക്സ്ട്രാ ആണ് കേട്ടോ. അത് എക്സ്ട്രാ ആണ്. വേണമെങ്കിൽ വായിക്കാനോ, നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം മുതൽ അവിടെ നുബുവത്ത് കിട്ടിയതും അതിനുശേഷം കുറെ സമയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫിറൗൻ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാം ഫിറൗനോട് പ്രബോധനം നടത്തിയ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി പറഞ്ഞിട്ടില്ല. അതെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അവിടെ അവരെ പരീക്ഷിച്ചത് കുമ്മല്, വഫാദ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു യൂനിസ് 93 ആയിരിക്കും. 93. അത് എന്തോ ഒരു ഷോർട്ട് സംഗതി അവിടെ ഉണ്ട്. ഞാനിതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നേക്കുന്നത്. ഈ ഭാഗങ്ങളാണ് നിങ്ങൾ വായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയത്. ഇത്രയും ഭാഗങ്ങൾ വായിച്ചാൽ അതിന്റെ സമ്മറി കിട്ടും. വേറെയും പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സമയം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് നോക്കുക. അത് ഒരു 2-3 ആഴ്ച സമയം കിട്ടിയാൽ ഇത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നോക്കാനേ പറ്റുള്ളൂ. അത് എനിക്ക് പറ്റും. അങ്ങനെ നടക്കില്ല. എന്താ നിങ്ങൾ എഴുതുന്നത്? ഞാൻ പറഞ്ഞ ഓരോ വാക്ക് എഴുതും. ഞാൻ പറഞ്ഞ കാര്യത്തില്, ഞാൻ പറഞ്ഞ 5 മിനിറ്റുള്ള കാര്യത്തില് ഞാൻ എഴുതാൻ നോക്കിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എഴുതേണ്ടി വരും. ഞാൻ 5 മിനിറ്റ് പറഞ്ഞ കാര്യം എഴുതണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം കുത്തിയിരുന്ന് എഴുതിയിട്ട് ആ നോട്ട് വെച്ച് ക്ലാസ് എടുത്താലോ? മണിക്കൂർ എഴുതേണ്ടി വരും. പറ്റില്ല. അങ്ങനെയല്ല, നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കിയിട്ട് അതിനാൽ ഇത് അഡ്വാൻസ് ആയിട്ട് അയച്ചു തരും. ഇപ്പൊ കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 5 ദിവസമായി. അപ്പൊ അതിന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. വേറെ അസൈൻമെന്റ് വേറെ ഒന്നുമില്ല. ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അറബി വീഡിയോ ഓരോ ആഴ്ച ഓരോ വീഡിയോ ഇട്ടിരുന്നു പറഞ്ഞു. അതൊന്നും ഇപ്പൊ ഇടുന്നില്ല. ഓരോ അറബി വീഡിയോ കേട്ടാലേ നിങ്ങൾ അറബി ലാംഗ്വേജ് ടച്ച് ഉണ്ടാവും. അതൊക്കെ അവനൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം കൂടി പറ്റുന്നില്ല. നിങ്ങൾ എഴുത്ത് നിർത്തിയിട്ട് ആരാണ് എഴുത്ത് നിർത്തിയെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ വിളിക്കും. എഴുത്ത് എങ്ങനെ നിർത്തിയെന്ന് ചോദിക്കും. കഴിയില്ല. അങ്ങനെ എന്നോട് എല്ലാരും പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റില്ല. ആളെ കിട്ടിയോ? എനിക്ക് ആരാ നിങ്ങൾ ഈ സംസാരിക്കുന്ന ആളെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കാനൊന്നും അറിയൂല. അപ്പൊ ഇനിയിപ്പോ ആരുടെങ്കിലും ഞങ്ങളെ ഗ്രൂപ്പുള്ള ആരോടോ ചോദിക്കൊക്കെ വേണ്ടി വരും. എനിക്കറിയില്ല. എന്നെ ആരും എല്ലാരും ആരാണ് എഴുത്ത് നിർത്തിയെന്ന് പറഞ്ഞ? ആരാണ്? ഞാൻ നോക്കട്ടെ ആരാണെന്ന്.
ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ആരാ അങ്ങനെ നമ്പർ റംലാണോ? എടുത്ത് വിളിക്കാൻ അറിയില്ല. എത്രയോ ആളിങ്ങനെ പറയുന്നു, എല്ലാരും ഇന്നെ ഇങ്ങോട്ട് വിളിക്കല, ഒന്നുകൂടെ പറയ്, ഞാൻ ആരും ഞാനാണെന്ന്. അങ്ങോട്ട് വിളിക്കല്ല. റംലാണോ? അതെ, ഞാനായിരുന്നു എഴുതിയിരുന്നത്, എല്ലാം എഴുതിയിട്ടായിരുന്നു. മെല്ലെ ആ, മെല്ലെ നിങ്ങള് പിന്നെ ഈ പറഞ്ഞ ആളിനെ പേര് കിട്ടിയാ? ഫോൺ നമ്പർ തന്നാ മതി. ഏത്? ഫോൺ ഞാൻ നമ്പർ. ഗ്രൂപ്പിലിടാം. ഓക്കെ. ഓക്കെ, ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും അത് ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ശരിയായ നിലയ്ക്ക് പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദഹാബ ഹുമൂമിന വഗുമൂമിന. അതേപോലെ അല്ലാഹുമ്മ ഇജ്അൽനാ മാഹിരീന ബിൽ ഖുർആൻ, ഞങ്ങൾ ഖുർആനിൽ അവഗാഹം നേടിയവരാകണമേ. ഖുർആനിൽ അവഗാഹം നേടിയവരാക്കണമേ ഞങ്ങളെ. ഖുർആനിൽ അവഗാഹം നേടിയവർ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ അവഗാഹം നേടിയവരെ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന സന്ദേശവാഹകരോടൊപ്പമാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കല്. ഞങ്ങളെ നബിമാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, സാലിഹുകളോടൊപ്പം, ശുഹദാഇനൊപ്പം ആക്കണമെന്നാണ്. ഞങ്ങളെ മലക്കുകളോടൊപ്പം ആക്കണമെന്ന് ആരാ പ്രാർത്ഥിക്കാത്തത്? അവര് മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിറാമിൽ ബററ എന്ന് സൂറത്തിലാണ്, സൂറത്ത് അബസയിൽ വന്നിട്ടുണ്ട്. സഫറത്തിൽ കിറാമിൽ ബററ, ബിഐദി സഫറ കിറാമിൻ ബററ എന്ന് പറഞ്ഞു. ഈ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് ആ ഉന്നതരും ആദരണീയരുമായ സന്ദേശവാഹകരാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലദി യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി, അതിൽ വൈദഗ്ധ്യം നേടിക്കൊണ്ട് ഖുർആൻ വായിക്കുന്നവർ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, സൂറത്ത് അബസയിൽ പറഞ്ഞ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞ പുണ്യവാന്മാരും ആദരണീയരുമായ സന്ദേശവാഹകരോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ആതിനാ ഹിക്മതൻ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഞങ്ങൾക്ക് നീ ഹിക്മത്ത് നൽകണമേ. ആരെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വലിയ ഖൈറാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പൊ അത് നമുക്ക് അള്ളാഹുവോട് ചോദിക്കാം. അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഹിക്മത്ത് നൽകണമേ, ഞങ്ങളെ വൈദഗ്ധ്യത്തോടു കൂടി ഖുർആൻ വായിക്കുന്നവരാക്കണമേ. അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.